നമസ്കാരം. ഗ്യാൻ വാബിയിലെ കോടതി ഇടപെടലാണ് അന്ന് പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയത്. അതുപോലെ കേരളത്തെയും പ്രശ്നങ്ങളിടയിലേക്ക് തള്ളിവിടാനാണ് കോൺഗ്രസിന്റെ ഏറ്റവും പുതിയ ശ്രമം. മുനമ്പം വിഷയത്തിൽ ലീഗ് ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. എന്നത്തെയും പോലെ UDFിലെ ഭിന്നതയാണ് മുനമ്പം വിഷയത്തിലും മറനീക്കി പുറത്തുവരുന്നത്. മുനമ്പത്തേത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് പ്രതിപക്ഷ നേതാവല്ല ആര് പറഞ്ഞാലും സത്യം അസത്യമാകുകയില്ലെന്ന് മുസ്ലിം ലീഗ് തന്നെ പ്രതികരിച്ചിരുന്നു. BJPക്കെതിരെ വോട്ട് ചെയ്യാൻ ഭയമാണ് ലീഗ് നേതാക്കൾക്ക്. പാർലമെന്റിൽ വഖഫ് നിയമം വന്നാൽ ലീഗ് നേതാക്കൾക്ക് മിക്കവാറും വിമാനം കിട്ടാതാവും എന്നതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്ന് ET മുഹമ്മദ് ബഷീർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവല്ല ആര് പറഞ്ഞാലും ആ നിലപാട് ശരിയല്ലെന്നും വഖഫ് ഭൂമി അല്ല എന്ന വാദം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. വഖഫ് ഭൂമി അല്ല എന്ന വാദം തെറ്റ്. എല്ലാത്തിനും രേഖകളുണ്ട്. ഏതു വിധത്തിൽ നോക്കിയാലും വഖഫ് എന്നതിൽ ഒരു തർക്കമില്ല. വഖഫ് ഭൂമിയാണ് എന്ന വസ്തുത നിലനിർത്തിക്കൊണ്ട് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് കഴിയണം. മുസ്ലിം ലീഗിനുള്ളിൽ ഈ വിഷയത്തിൽ തർക്കമില്ല. ലീഗ് ഒരു ഘട്ടത്തിലും വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞിട്ടില്ല. മറ്റൊരു വ്യാഖ്യാനത്തിനും അർത്ഥമില്ല. പ്രതിപക്ഷ നേതാവുമായി ഒരു ഏറ്റുമുട്ടലില്ല അദ്ദേഹം പറഞ്ഞു. വഖഫിന്റെ കീഴിലുള്ള സംരക്ഷിത സ്മാരകങ്ങൾ സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ASI നടപടി അനാരോഗ്യ പ്രവണതയാണെന്നും ഗ്യാൻ വാബിയിലെ കോടതി ഇടപെടലാണ് പ്രശ്നങ്ങളെ സങ്കീർണമാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ നേതാക്കൾക്ക് പോലും ഇല്ലാത്ത അസഹിഷ്ണുതയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ശരിയായ കാര്യങ്ങൾക്ക് ഇടതുപക്ഷം എന്നും പിന്തുണ നൽകാറുണ്ട്. ഇവിടെ ഭൂമാഫിയയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ സ്വപക്ഷത്തുള്ളവർ പോലും പിന്തുണയ്ക്കുന്നില്ല. മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിന് വ്യത്യസ്ത അഭിപ്രായമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. പ്രസംഗത്തിന്റെ ശൈലിക്കനുസരിച്ച് ഓരോരുത്തർ പറയുമെന്നും വഖഫ് ഭൂമി അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമസ്ത സമവായത്തിൽ ചർച്ച നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് നടക്കുമെന്നൊക്കെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പക്ഷം. അതായത് ചുരുക്കത്തിൽ മുനമ്പത്തേത് വഖഫ് ഭൂമി ആണെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലീഗിന് ഭിന്നഭിപ്രായമില്ല. അവിടുത്തെ ആളുകളെ സംരക്ഷിക്കണമെന്ന നിർബന്ധം ഇക്കാര്യത്തിൽ സർക്കാരിനുമുണ്ട്. എന്നാൽ UDFിനെ സംബന്ധിച്ചിടത്തോളം ഒപ്പമുള്ള മുന്നണിയെ പിടക്കാനും പാടില്ല. ഭൂമിയുടെ കാര്യത്തിൽ മറ്റെന്തോ മറയ്ക്കാനുമുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. വിഷയത്തിൽ ലീഗ് നേതൃത്വം ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ടെന്നും ഈ വിഷയത്തിൽ തന്നെ വൻകിട മാഫിയകൾക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവ് വാദിക്കുന്നതായും മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറയുന്നുണ്ട്. വഖഫ് സ്വത്ത് മറച്ചുവിറ്റത് എങ്ങനെയെന്ന് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്.